അമേരിക്കൻ ഐക്യനാടുകളിലെ DV ലോട്ടറി പ്രവേശന നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വരും വർഷത്തെ DV 2027 പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഓരോ വർഷവും ഏകദേശം 55,000 പേർക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരം നൽകുന്നതാണ് ഈ ലോട്ടറി. ഈ ആഴ്ച പുറത്തിറക്കിയ ഒരു അറിയിപ്പിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിൽ ചില പുതുമകൾ വരുത്തുന്നു എന്നാണ്. എന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. DV 2027 അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതിയും എൻട്രി സ്റ്റാറ്റസ് ചെക്ക് പോർട്ടലിൽ ഫലങ്ങൾ ലഭ്യമാകുന്ന തീയതിയും ഉടൻ അറിയിക്കുമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും വിസ അനുവദിക്കുന്ന കാര്യത്തിൽ സമയക്രമത്തിൽ മാറ്റമില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. DV 2027 ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2026 ഒക്ടോബർ 1 മുതൽ 2027 സെപ്റ്റംബർ 30 വരെ ഇമിഗ്രന്റ് വിസകൾക്ക് അപേക്ഷിക്കാം. ഇത് സാധാരണയായി ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രസിംഗ് അനുവദിക്കുന്ന ഒരു വർഷത്തെ സമയപരിധിയാണ്. ഗ്രീൻ കാർഡ് ലോട്ടറി എന്നും അറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം അമേരിക്കയിലേക്ക് ചരിത്രപരമായി കുറഞ്ഞ കുടിയേറ്റ നിരക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്ഥിരതാമസം നൽകി US കുടിയേറ്റത്തിന്റെ വൈവിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. പുതിയ പ്രവേശന പ്രക്രിയയെയും രജിസ്ട്രേഷൻ സമയക്രമത്തെയും കുറിച്ചുള്ള അറിയിപ്പുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ dvprogram.state.gov ശ്രദ്ധിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് സാധ്യതയുള്ള അപേക്ഷകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വെടിവെപ്പ് സംഭവത്തെയും MIT പ്രൊഫസറുടെ കൊലപാതകത്തെയും തുടർന്നുള്ള ആശങ്കകളാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഈ നടപടി സ്വീകരിക്കാൻ കാരണം. ഈ സംഭവങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തി DV പ്രോഗ്രാം വഴിയാണ് US എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഇടവേള DV പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പരിശോധനയും വിലയിരുത്തൽ നടപടിക്രമങ്ങളും വിശദമായി അവലോകനം ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കും. ഈ അവലോകനത്തിന്റെ ലക്ഷ്യം പ്രക്രിയയിലെ ഏതെങ്കിലും ദുർബലതകൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ്. അതുവഴി DV എൻട്രി ലോട്ടറി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി പരിശോധിക്കാനും അപേക്ഷകരുടെ വിസ യോഗ്യത ഉറപ്പുവരുത്താനും അവർ ദേശീയ സുരക്ഷയ്ക്കോ പൊതു സുരക്ഷയ്ക്കോ ഭീഷണിയല്ലെന്ന് ഉറപ്പുവരുത്താനും ഡിപ്പാർട്ട്മെന്റിന് കഴിയും. ഡൈവേഴ്സിറ്റി വിസ അപേക്ഷകർക്ക് അവരുടെ വിസ അപേക്ഷകൾ സമർപ്പിക്കാനും അഭിമുഖങ്ങൾ പങ്കെടുക്കാനും അനുവാദമുണ്ട്. ഈ അപേക്ഷകർക്കായി ഡിപ്പാർട്ട്മെന്റ് തുടർന്നും അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കും. എന്നിരുന്നാലും ഡൈവേഴ്സിറ്റി വിസകൾ അനുവദിക്കില്ല. സാധാരണയായി നിലവിലുള്ള ഡൈവേഴ്സിറ്റി വിസ അപ്പോയിന്റ്മെന്റുകൾ റീഷെഡ്യൂൾ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യില്ല. ഈ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റ് കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ നടപടിക്രമങ്ങളെക്കുറിച്ചും അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അവിടെ ലഭ്യമാകും. ഈ ലോട്ടറി വഴി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ്. അതേസമയം DV പ്രോഗ്രാമിന് അനിശ്ചിതമായ ഭാവിയാണുള്ളത്. പ്രസിഡന്റ് ട്രംപ് ഈ പ്രോഗ്രാം നിർത്തലാക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് നിയമത്തിലൂടെയാണ് ഈ പ്രോഗ്രാം സൃഷ്ടിച്ചത് എന്നതിനാൽ കോൺഗ്രസ് നടപടി കൂടാതെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിന് ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയില്ല. മുമ്പ് ഈ പ്രോഗ്രാം നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് അമേരിക്കൻ കുടിയേറ്റത്തിൽ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുകയും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്തതായി ചില നിയമ നിർമ്മാതാക്കൾ കരുതുന്നു. കുടിയേറ്റ അവകാശ സംഘടനകൾ നിലവിലെ നിർത്തിവെപ്പ് നിയമപരമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രോഗ്രാമിനെ ഏകപക്ഷീയമായി മറികടക്കാൻ ഭരണകൂടത്തിന് കഴിയില്ലെന്ന് അവർ വാദിക്കുന്നു. നിയമപരമായ പരിഹാരം മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഇത് അപേക്ഷകരെ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കും. നിലവിലെ നിർത്തിവെപ്പ് താൽക്കാലികമാണോ അതോ നറുക്കെടുപ്പ് അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റത്തിൽ നിന്നുള്ള ഒരു ദീർഘകാല മാറ്റത്തെയാണോ ഇത് സൂചിപ്പിക്കുന്നത് എന്നത് കണ്ടറിയണം.